ലോഗോസ് ക്യൂസ് 2024 ഏവർക്കും സ്വാഗതം. ന്യായാധിപന്മാർ 10-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. 10-ാം അധ്യായത്തിൽ ആകെ 3 തലക്കെട്ടുകളാണുള്ളത്: തോല, ജായിർ, ജഫ്ത. ഈ വീഡിയോയുടെ പ്രത്യേകത ബൈബിളും വായിക്കാം, ലോഗോസും പഠിക്കാം. ഒന്നാമത്തെ വാക്യം: അബിമേലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ തോല നിയുക്തനായി. ഇസ്സാക്കർ ഗോത്രജനായ ദോദോയുടെ പുത്രൻ പൂവ ആയിരുന്നു ഇവന്റെ പിതാവ്. ചോദ്യോത്തരങ്ങൾ: അബിമേലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായത് ആരാണ്? ഉത്തരം: തോല. അബിമേലെക്കിനു ശേഷം ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ തോലയുടെ പിതാവ് ആര്? ഉത്തരം: പൂവ. തോലയുടെ മുത്തച്ഛൻ ആരാണ്? ഉത്തരം: ദോദോ. തോല ഏത് ഗോത്രജനായിരുന്നുവെന്നാണ് സൂചിപ്പിക്കപ്പെടുന്നത്? ഉത്തരം: ഇസ്സാക്കർ ഗോത്രജൻ. രണ്ടാമത്തെ വാക്യം: അവൻ എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ ജീവിച്ചുകൊണ്ട് ഇസ്രായേലിനെ 23 വർഷം നയിച്ചു. മരിച്ച് അവിടെ തന്നെ അടക്കപ്പെട്ടു. ചോദ്യോത്തരങ്ങൾ: ഇസ്രായേലിനെ രക്ഷിക്കാൻ നിയുക്തനായ ന്യായാധിപന്മാരുടെ ഗണത്തിൽപ്പെടുന്ന തോല ജീവിച്ചതെവിടെയാണ്? ഉത്തരം: എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ. ന്യായാധിപന്മാരുടെ ഗണത്തിൽപ്പെടുന്ന തോല ഇസ്രായേലിനെ നയിച്ചത് എത്ര വർഷമാണ്? ഉത്തരം: 23 വർഷം. 23 വർഷം ഇസ്രായേലിനെ നയിച്ച തോല മരിച്ചടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം: എഫ്രായിം മലനാട്ടിലെ ഷാമീറിൽ. മൂന്നാമത്തെ വാക്യം: തുടർന്ന് ഗിലെയാദുകാരനായ ജായിർ വന്നു. അവൻ ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തി. ചോദ്യോത്തരങ്ങൾ: ന്യായാധിപന്മാരുടെ 10-ാം അധ്യായത്തിൽ രണ്ടാമത്തെ വിവരണം ആരെക്കുറിച്ചാണ്? ഉത്തരം: ജായിറിനെ കുറിച്ച്. ന്യായാധിപന്മാരുടെ ഗണത്തിൽപ്പെടുന്ന ജായിർ ഏത് പ്രദേശക്കാരനാണ്? ഉത്തരം: ഗിലെയാദ്. ഗിലെയാദുകാരനായ ജായിർ ഇസ്രായേലിൽ എത്ര വർഷമാണ് ന്യായപാലനം നടത്തിയത്? ഉത്തരം: 22 വർഷം. നാലാമത്തെ വാക്യം: അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവർ കഴുതപ്പുറത്ത് സവാരി ചെയ്തു. ഗിലെയാദ് ദേശത്ത് ഇന്നും ഹാവോത്ത് ജായിർ എന്ന് അറിയപ്പെടുന്ന 30 പട്ടണങ്ങൾ അവരുടെ അധീനതയിൽ ആയിരുന്നു. ചോദ്യോത്തരങ്ങൾ: ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തിയ ജായിറിന് എത്ര പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം: 30. ഇസ്രായേലിൽ 22 വർഷം ന്യായപാലനം നടത്തിയ ഗിലെയാദുകാരനായ ജായിറും 30 പുത്രന്മാരും സവാരി ചെയ്തത് എന്തിന്റെ പുറത്താണ്? ഉത്തരം: കഴുതപ്പുറത്ത്. ജായിറിന്റെയും 30 പുത്രന്മാരുടെയും അധീനതയിൽ എത്ര പട്ടണങ്ങളാണ് ഗിലെയാദ് ദേശത്തുണ്ടായിരുന്നത്? ഉത്തരം: 30. ജായിറിനും 30 പുത്രന്മാർക്കും ഗിലെയാദ് ദേശത്ത് അധീനമായിരുന്ന 30 പട്ടണങ്ങളും ഇന്നും അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം: ഹാവോത്ത് ജായിർ. അഞ്ചാമത്തെ വാക്യം: ജായിർ മരിച്ച് കാമോനിൽ അടക്കപ്പെട്ടു. ചോദ്യോത്തരം: തോലായെ തുടർന്ന് 22 വർഷം ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയ ജായിർ മരിച്ച് അടക്കപ്പെട്ടത് എവിടെയാണ്? ഉത്തരം: കാമോനിൽ. ആറാമത്തെ വാക്യം: ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവർ ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും
സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ചു. കർത്താവിനെ അവർ പരിത്യജിച്ചു, അവിടുത്തെ സേവിച്ചതുമില്ല. ചോദ്യോത്തരങ്ങൾ. ജഫ്തായെക്കുറിച്ചുള്ള വിവരണത്തിന്റെ ആരംഭത്തിൽ ഇസ്രായേൽ വീണ്ടും കർത്താവിന്റെ മുൻപിൽ ചെയ്തതായി പറയുന്നത് എന്ത്? ഉത്തരം തിന്മ. സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരോടൊപ്പം ഇസ്രായേൽ ഏതൊക്കെ ദേവീ ദേവന്മാരെയാണ് സേവിച്ചത്? ഉത്തരം ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും. ബാൽ ദേവന്മാരെയും അസ്താർത്തെ ദേവതകളെയും സിറിയ, സീദോൻ, മൊവാബ്, അമ്മോൻ, ഫിലിസ്ത്യ എന്നിവിടങ്ങളിലെ ദേവന്മാരെയും സേവിച്ച ഇസ്രായേൽ തുടർന്ന് ചെയ്തതായി രേഖപ്പെടുത്തുന്നതെന്ത്? ഉത്തരം കർത്താവിനെ പരിത്യജിച്ച് അവിടുത്തെ സേവിച്ചതുമില്ല. 7-ാമത്തെ വാക്യം. കർത്താവിന്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. ചോദ്യോത്തരങ്ങൾ. അന്യദേവീ ദേവന്മാരെ സേവിച്ച ഇസ്രായേലിനെതിരെ ജ്വലിച്ചതെന്താണ്? ഉത്തരം കർത്താവിന്റെ കോപം. തന്നെ പരിത്യജിച്ച, തന്നെ സേവിക്കാത്ത അന്യദേവീ ദേവന്മാരെ സേവിച്ച ഇസ്രായേലിനു നേരെ കോപിച്ച കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് ആർക്കാണ്? ഉത്തരം ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും. 8-ാമത്തെ വാക്യം. ആ വർഷം അവർ ഇസ്രായേൽ മക്കളെ ക്രൂരമായി ഞെരുക്കി. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമ്മോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേലരെ മുഴുവൻ 18 വർഷം അവർ പീഡിപ്പിച്ചു. ചോദ്യോത്തരങ്ങൾ. കർത്താവിനാൽ ഫിലിസ്ത്യർക്കും അമ്മോന്യർക്കും ഏൽപ്പിക്കപ്പെട്ട വർഷം ഇസ്രായേൽ മക്കളോട് അവർ പ്രവർത്തിച്ചതെന്ത്? ഉത്തരം ക്രൂരമായി ഞെരുക്കി. ജോർദാൻ അക്കരെ ഗിലെയാദിലുള്ള അമോര്യരുടെ സ്ഥലത്ത് വസിച്ചിരുന്ന ഇസ്രായേല്യരെ മുഴുവൻ ഫിലിസ്ത്യരും അമ്മോന്യരും പീഡിപ്പിച്ചത് എത്ര വർഷമാണ്? ഉത്തരം 18 വർഷം. 9-ാമത്തെ വാക്യം. അമ്മോന്യർ ജോർദാൻ കടന്ന് യൂദ, ബെഞ്ചമിൻ, എഫ്രായിം എന്നീ ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നു. തന്മൂലം ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചു. ചോദ്യോത്തരങ്ങൾ. അമ്മോന്യർ ജോർദാൻ കടന്ന് ഏതൊക്കെ ഇസ്രായേൽ ഗോത്രങ്ങളോടാണ് യുദ്ധം ചെയ്യാൻ വന്നത്? ഉത്തരം യൂദ, ബെഞ്ചമിൻ, എഫ്രായിം. ആര് മൂലമാണ് ഇസ്രായേൽ വലിയ ക്ലേശം അനുഭവിച്ചത്? ഉത്തരം അമ്മോന്യർ. 10-ാമത്തെ വാക്യം. ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ബാലിനെ സേവിച്ചതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നു. ചോദ്യോത്തരങ്ങൾ. ഫിലിസ്ത്യരാലും അമ്മോന്യരാലും പീഡിപ്പിക്കപ്പെട്ട വലിയ ക്ലേശം അനുഭവിച്ച ഇസ്രായേൽക്കാർ ചെയ്തതെന്താണ്? ഉത്തരം കർത്താവിനോട് നിലവിളിച്ചു. ഞങ്ങളുടെ ദൈവത്തെ മറന്ന് ഞങ്ങൾ ആരെ സേവിച്ച് അങ്ങേക്കെതിരെ പാപം ചെയ്തിരിക്കുന്നുവെന്നാണ് ഇസ്രായേൽക്കാർ കർത്താവിനോട് നിലവിളിച്ചു പറയുന്നത്. ഉത്തരം ബാലിനെ. 11-ാമത്തെ വാക്യം. കർത്താവ് ഇസ്രായേൽക്കാരോട് ചോദിച്ചു, ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ? ചോദ്യോത്തരം. തന്നോട് നിലവിളിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ ഇസ്രായേൽക്കാരോട് ഏതൊക്കെ ജനവിഭാഗങ്ങളിൽ നിന്ന് ഞാൻ നിങ്ങളെ രക്ഷിച്ചില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുക. ഉത്തരം ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ. 12-ാമത്തെ വാക്യം. സീദോന്യരും അമലേക്യരും മാവോന്യരും നിങ്ങളെ പീഡിപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങൾ എന്നോട് നിലവിളിച്ചു.
ചോദ്യോത്തരം: ഈജിപ്തുകാർ, അമോര്യർ, അമ്മോന്യർ, ഫിലിസ്ത്യർ എന്നിവരിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിച്ച കർത്താവ് ആരൊക്കെ അവരെ പീഡിപ്പിച്ചുവെന്നാണ് പറയുക? ഉത്തരം: സീദോന്യർ, അമലേക്യർ, മാവോന്യർ. 13-ാമത്തെ വാക്യം: ഞാൻ നിങ്ങളെ അവരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. എങ്കിലും നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ സേവിച്ചു. അതുകൊണ്ട് ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ല. ചോദ്യോത്തരം: തന്നോട് നിലവിളിച്ചപ്പോഴൊക്കെ ഇസ്രായേല്യരെ രക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്തുവെന്ന് ഓർമ്മിപ്പിക്കുന്ന കർത്താവ് ഇനി ഒരിക്കലും ചെയ്യുകയില്ലെന്ന് ശഠിക്കുന്നതെന്താണ്? ഉത്തരം: ഇസ്രായേല്യരെ രക്ഷിക്കുകയില്ലെന്ന്. 14-ാമത്തെ വാക്യം: പോയി നിങ്ങൾ തെരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുവേൻ. കഷ്ടതയിൽ നിന്ന് അവർ നിങ്ങളെ മോചിപ്പിക്കട്ടെ. ഇസ്രായേൽ ജനം കർത്താവിനോട് പറഞ്ഞു. ചോദ്യോത്തരങ്ങൾ: അവർ ആരോട് പോയി നിലവിളിക്കട്ടെ എന്നാണ് കർത്താവ് വ്യക്തമാക്കുന്നത്? ഉത്തരം: ഇസ്രായേല്യർ തിരഞ്ഞെടുത്ത ദേവന്മാരോട്. തിരഞ്ഞെടുത്ത ദേവന്മാരോട് നിലവിളിക്കുന്ന ഇസ്രായേല്യരെ അവർ എന്തിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്നാണ് കർത്താവ് പറയുക? ഉത്തരം: കഷ്ടതയിൽ നിന്ന്. 15-ാമത്തെ വാക്യം: ഞങ്ങൾ പാപം ചെയ്തു പോയി. അങ്ങേക്കിഷ്ടമുള്ളത് ഞങ്ങളോട് ചെയ്തു കൊള്ളുക. ഇക്കുറി ഞങ്ങളെ രക്ഷിക്കുക എന്ന് മാത്രം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദ്യോത്തരങ്ങൾ: ഞങ്ങൾ പാപം ചെയ്തു പോയതിനാൽ ഞങ്ങളോട് ചെയ്തു കൊള്ളുകയെന്ന് ഇസ്രായേല്യർ കർത്താവിനോട് പറയുന്നത് എന്താണ്? ഉത്തരം: കർത്താവിന് ഇഷ്ടമുള്ളത്. ഞങ്ങൾ പാപം ചെയ്തു പോയതിനാൽ ഞങ്ങളോട് ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളാൻ കർത്താവിനോട് പറയുന്ന ഇസ്രായേല്യർ ഇക്കുറി മാത്രമെന്ന് പറഞ്ഞു പ്രാർത്ഥിക്കുന്നതെന്ത്? ഉത്തരം: ഞങ്ങളെ രക്ഷിക്കുക. 16-ാമത്തെ വാക്യം: അവർ അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് കർത്താവിനെ സേവിച്ചു. ഇസ്രായേലിന്റെ കഷ്ടത കണ്ട് അവിടുന്ന് രോഷാകുലനായി. ചോദ്യോത്തരം: അന്യദേവന്മാരെ തങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കം ചെയ്ത് ഇസ്രായേലരുടെ കഷ്ടത കണ്ട് കർത്താവിനുണ്ടായത് എന്താണ്? ഉത്തരം: രോഷാകുലനായി. 17-ാമത്തെ വാക്യം: അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങി ഗിലെയാദിൽ താവളമടിച്ചു. ചോദ്യോത്തരം: ഗിലെയാദിൽ താവളമടിച്ച് യുദ്ധത്തിനൊരുങ്ങിയതാര്? ഉത്തരം: അമ്മോന്യർ. 18-ാമത്തെ വാക്യം: ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് മിസ്പായിലും താവളമടിച്ചു. ഗിലെയാദിലെ നേതാക്കന്മാരായ ആളുകൾ പരസ്പരം പറഞ്ഞു, അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നത് ആരോ അവനായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപൻ. ചോദ്യോത്തരങ്ങൾ: ഗിലെയാദിൽ താവളമടിച്ച് അമ്മോന്യർ യുദ്ധത്തിനൊരുങ്ങിയപ്പോൾ ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് താവളമടിച്ചതെവിടെയാണ്? ഉത്തരം: മിസ്പായിൽ. ഇസ്രായേൽ ജനം ഒന്നിച്ചു ചേർന്ന് അമ്മോന്യർക്കെതിരെ മിസ്പായിൽ താവളമടിച്ചപ്പോൾ ആരായിരിക്കും ഗിലെയാദ് നിവാസികൾക്ക് അധിപനെന്നാണ് ഗിലെയാദിലെ നേതാക്കന്മാർ പരസ്പരം പറയുക? ഉത്തരം: അമ്മോന്യരോട് യുദ്ധം ആരംഭിക്കുന്നവരാരോ അവൻ. 10-ാം അധ്യായത്തിലെ 3-ാമത്തെ തലക്കെട്ട് എന്താണ്? ഉത്തരം: ജഫ്ത.